നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്ങനെയുണ്ടായിരുന്നു മുകുന്ദന്റെ വീട്ടിലെ വിരുന്ന്? ആ, നന്നായിരുന്നു. ഗൗരിയമ്മയ്ക്ക് സന്തോഷമായി. ആണോ? അവിടുന്ന് നേരെ ഇങ്ങോട്ടായിരിക്കും വന്നതല്ലേ? മുകുന്ദൻ പറഞ്ഞത് അവിടുന്ന് ഏട്ടനും മഞ്ജുവും 1 മണിക്ക് ഇറങ്ങിയെന്ന. അവിടുന്ന് ഇങ്ങോട്ട് ബൈക്കിലെത്താൻ അരമണിക്കൂർ പോലും വേണ്ടല്ലോ. ഇപ്പതേ 4 മണിയായി. എവിടെയായിരുന്നു മോനെ ഇത്രയും നേരം? അത് പിന്നെ നീ പറ, എവിടെയായിരുന്നു? വരുന്ന വഴിക്ക് ബൈക്ക് കേടുവന്ന് കാണും അല്ലേ മഞ്ജു? നീയാ എന്റെ മോനെ വഴി തെറ്റിക്കുന്നത്. നിങ്ങൾ ഇവളുടെ വീട്ടിൽ പോയിന്ന് എനിക്കറിയാം. നിന്റെ അച്ഛനെ കൊന്നവന്റെ വീട്ടിൽ തന്നെ നിനക്ക് വിരുന്നിന് പോണം അല്ലേ? എനിക്ക് പോവാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഗൗരിയമ്മ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ മഞ്ജുവിന്റെ വീട്ടിലേക്ക് പോയത്. നിന്നെ പ്രസവിച്ചത് ഗൗരിയമ്മയല്ല, ഈ അമ്മയാ. അവരുടെ വീട്ടിൽ നീ പോയാ എനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുന്ന് നീ ചിന്തിച്ചില്ലേ? എന്നാലും നീ കൊള്ളാലോ കൊച്ചെ. വീട്ടിൽ കയറി ഇത്രയും ദിവസം കൊണ്ട് നീ എന്റെ മോനെ വളച്ചെടുത്തു അല്ലേ? മഞ്ജു വശീകരണമൊക്കെ പഠിച്ചു കാണും അമ്മേ. എനിക്കെന്റെ സ്വന്തം ഭർത്താവിനെ വശീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ശരിയാ, ചേട്ടൻ അല്ലെങ്കിലേ ഇവളുടെ സാരത്തുമ്പിലാണല്ലോ. മതി, നിർത്ത സ്വപ്നെ. മഞ്ജു, നീ മുറിയിലേക്ക് പോ. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അമ്മയുടെ മുമ്പിൽ വെച്ച് അവൾ എന്നോട് തർക്കുത്തരം പറഞ്ഞു. അവളായതുകൊണ്ടാ നിനക്ക് തല്ല് കിട്ടാത്തത്. നീ പറഞ്ഞതിനൊക്കെ അവൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. നിന്റെ ചേട്ടന്റെ ഭാര്യയുടെ അടുത്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്. കുറച്ച് മര്യാദയൊക്കെ ആവാം. അവള് പറഞ്ഞപ്പോഴേക്ക് ഏട്ടന് കൊണ്ടു. അതാ എനിക്കെതിരെ സംസാരിക്കുന്നത്. നന്നായിട്ടുണ്ട്. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പലരും പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. നിനക്കിപ്പോ എന്നെക്കാളും വലുത് അവള് തന്നെയാ. എനിക്കറിയാവുന്ന ഗിരി ഒരിക്കലും ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കില്ല. അല്ലെങ്കിലും ഭാര്യ വരുന്നത് വരെ ആൺമക്കളുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് സ്ഥാനമുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തു വേണമെങ്കിലും ചെയ്തു. എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. എന്താ മോളെ, എന്തു പറ്റി? ഒന്നും ഞാൻ വിചാരിച്ച പോലെ അല്ല നടക്കുന്നത്. എന്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി. എന്താ സംഭവിച്ചെന്ന് പറ മോളെ. ഗിരി മഞ്ജുവിന്റെ കൂടെ ബൈക്കിൽ കറങ്ങി നടന്ന് പ്രേമിക്ക. നാട്ടുകാരൊക്കെ അവര് നല്ല ചേർച്ചയാണെന്ന് പറഞ്ഞു നടക്ക. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കാനാ ചാച്ചു? കുട്ടിക്കാലം മുതല് അവനെ മനസ്സിൽ കൊണ്ടു നടന്നത് ഞാനല്ലേ? എന്നിട്ട് അവസാന നിമിഷം വന്ന്
അവനെ മഞ്ജു തട്ടിയെടുത്താ എനിക്ക് സഹിക്കോ? അവരൊരുമിച്ച് ബൈക്കിൽ പോകുന്നത് കണ്ടപ്പോ കാറ് കൊണ്ടിടിച്ച് അവളെ കൊല്ലാൻ തോന്നിയത് എനിക്ക്. പിന്നെ ഓടിക്കുന്നത് ഗിരി ആയതുകൊണ്ടാ ഞാൻ അവളെ വെറുതെ വിട്ടത്. എന്റെ പൊന്നു മോളെ, അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. കഴിഞ്ഞ തവണ മഞ്ജുവിനെ തള്ളിയിട്ടപ്പോ നടന്നത് എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അവളെ എന്തെങ്കിലും തരത്തിൽ നീ ദ്രോഹിച്ചു എന്നറിഞ്ഞ ഗിരിക്ക് നിന്നോടുള്ള ദേഷ്യം കൂടിയുള്ളൂ. ഇപ്പൊ എന്നോട് അവന് സ്നേഹമുണ്ടോ? പിന്നെ ഞാൻ എന്തിനാ മഞ്ജുവിനെ വെറുതെ വിടുന്നേ? എനിക്ക് അവനെ കിട്ടിയില്ലെങ്കിൽ അവൾക്കും കിട്ടരുത്. അവളെ ഞാൻ കൊല്ലും. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നമ്മൾ സേഫായ കളികളെ കളിക്കാൻ പാടുള്ളൂ. വെറുതെ ജയിലിൽ കിടക്കേണ്ടി വരുന്ന പരിപാടികളൊന്നും ഒപ്പിക്കരുത്. ഗിരിയെ നമുക്ക് സ്വന്തമാക്കാൻ വേറെ വഴികളുണ്ട്. ഗിരി വല്ലാതെ മാറി ചാച്ചു. പണ്ടത്തെ ഗിരി ആ മാധവന്റെ വീടിന്റെ പടി ചവിട്ടിലായിരുന്നു. ഇന്ന് അവൻ മഞ്ജുവിന്റെ കൂടെ അവരുടെ വീട്ടില് വിരുന്നിന് പോയി. ഒരാൾക്ക് ഇത്രയും മാറാൻ എങ്ങനെയാ സാധിക്കുക? അതാണ് മോളെ പെണ്ണിന്റെ ശക്തി. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവരെല്ലാ തരത്തിലും അടുത്ത് കാണും. ഛേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ മുറിയിൽ നിന്നും എന്നും വഴക്ക കൂടുന്നതിന്റെ ബഹളം കേൾക്കാറുന്ന സ്വപ്ന പറഞ്ഞത്. ഗിരി ഒരിക്കലും അവളുമായി അങ്ങനെ അടുക്കില്ല. അതെന്താ? അവനാണല്ലേ. സ്വപ്ന പുറത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കുന്നത് വെച്ച് നമുക്കൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല. ആ കിടപ്പ് മുറിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഗിരിക്കും മഞ്ജുവിനല്ലാതെ ആർക്കെങ്കിലും അറിയാവോ? ഇപ്പോഴും അവര് കിടക്കുന്നത് ഒരേ ബെഡ്റൂമിലല്ലേ? അത്രയും വലിയ വീട്ടില് വേറെ ബെഡ്റൂമില്ലേ? ഗിരിക്ക് മാറിക്കിടന്നൂടെ? എന്താ അങ്ങനെ ചെയ്യാത്തത്? അപ്പൊ അവന്റെ മനസ്സിലും മഞ്ജുവിനോടൊരു ഇഷ്ടമൊക്കെ തോന്നിക്കാണും. പിന്നെ ഒരേ മുറിയില് ഒരു സുന്ദരിയായ പെൺകുട്ടി കൂടെ കിടക്കുമ്പോ ഏതൊരാണിനും ആകർഷണം തോന്നും. എത്ര തവണയെന്ന് വെച്ചാ ഗിരി സ്വയം നിയന്ത്രിക്ക? അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ അവര് തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ പിന്നെ ഗിരിയുടെ നിയന്ത്രണം മഞ്ജുവിന്റെ കയ്യിലായിരിക്കും. ഇപ്പൊ ഗിരി അവളുടെ താളത്തിന് തുള്ളുന്നത് അതുകൊണ്ടാണോന്നാ എനിക്ക് സംശയം. ഗിരി അത്രയും നാണം കെട്ടവനാണോ? ഇതിലെന്ത് നാണക്കേടാണുള്ളത്? ഗിരി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അന്തസ്സായി താലി കെട്ടിയ പെണ്ണല്ലേ മഞ്ജു. അവർക്ക് എന്തു ആകാലോ. എന്റെ പേടി അതല്ല, മഞ്ജു എങ്ങാനും ഗർഭിണിയായാലോ. പിന്നെ ഗിരിയെ മഞ്ജുവിനെയും ദൈവം വിചാരിച്ച പോലും പിരിക്കാൻ പറ്റില്ല. നമ്മളെ ഇപ്പൊ സഹായിക്കുന്ന ഭാനുമതി പോലും മഞ്ജുവിന്റെ ഭാഗത്ത് നിൽക്കും. ഒരു കുഞ്ഞിക്കാല് കണ്ട തീരാവുന്ന വാശിയെ ഭാനുമതിക്ക് മഞ്ജുവിനോടുള്ളൂ. ചാച്ചു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. ഞാനുള്ള കാര്യം മോളെ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് അവരെ തമ്മിൽ അകറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അതിന് സാധിച്ചെന്ന് വരില്ല.